ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് കേരളത്തിലുടനീളം അതിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലും ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത്. പിന്നിട്ടുപോയ 9.5 വർഷക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്താണ് കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് വളരെ കൃത്യമായ നിലക്ക് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ വികസനത്തിൻ്റെ ഒരു വസന്തകാലത്തെയാണ് ഈ കേരളം പിന്നിടുന്നത് എന്നുള്ളത് കേരളത്തിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഇപ്പോൾ ഈ മാസം കേരളത്തിലെ 62 ലക്ഷം ആളുകൾക്ക് കിട്ടുന്ന പെൻഷൻ 3600 രൂപയാണ്. 24ഓളം പെൻഷനുകൾ ഈ കേരളത്തിലുണ്ട്. എല്ലാം നടപ്പിലാക്കിയത് LDFൻ്റെ ഗവൺമെൻറ്റാണ്. 2000 രൂപ പെൻഷൻ കൊടുക്കുന്ന ആ പെൻഷനിൽ ഇതുവരെ UDFൻ്റെ ഗവൺമെൻറ് വർദ്ധിപ്പിച്ചത് 100 രൂപ മാത്രമാണ്. 1900 രൂപ കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ LDF ആണ്. അതുപോലെ ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും 4,71,000-ലേറെ വീടുകൾ ഈ 9.5 കൊല്ലക്കാലം കൊണ്ട് കേരളത്തിൽ സാധാരണക്കാരായ ആളുകൾക്ക് പണിഞ്ഞു കൊടുത്തിരിക്കുന്ന ഈ ഗവൺമെൻറ് 6600 വീടുകൾ 5 കൊല്ലക്കാലം കൊണ്ട് പൂർത്തീകരിച്ചതാണ് UDFൻ്റെ ഗവൺമെൻറ്. ഇങ്ങനെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വീട്ടമ്മമാർക്കുള്ള പെൻഷൻ ഈ മാസം തന്നെ അതിന് അപേക്ഷകൾ കൊടുക്കാൻ കഴിയത്തൊരു നിലയുണ്ടാവുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഈ മാസം ആരംഭിക്കുന്നു. ഇങ്ങനെ ജനജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും അതിപ്പോൾ സ്പെഷ്യൽ ടീച്ചേഴ്സിനെ സംബന്ധിച്ചാവട്ടെ, ആശക്കാരെ സംബന്ധിച്ചാവട്ടെ, അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരെ സംബന്ധിച്ചാവട്ടെ, സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകളെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിമിതമായ കഴിവിൽ നിന്ന് എല്ലാ നിലക്കും ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയ ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. അവരെ എതിർക്കാൻ UDFൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്ക് ഉൾപ്പെടെ സാധ്യമല്ല. പക്ഷേ UDFന് ഒരു വെല്ലുവിളിയും ഈ ജില്ലയിലില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അല്ല, അങ്ങനെ നോക്കിയാൽ വെല്ലുവിളികൾ LDFനാണോ? അങ്ങനെ പ്രതീക്ഷിക്കുന്നതിൽ ഇപ്പോൾ സ്വപ്നം കാണുന്നതിനെ ആർക്കെങ്കിലും തടയാൻ കഴിയുമോ? അതവർക്ക് കാണാനുള്ള അവകാശമുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തെളിയാൻ വേണ്ടി പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വലിയ മുന്നേറ്റമാണ്.